അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിൽ റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത നിതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അധ്യാപകരിൽ നിന്ന് നിതിൻ സ്ഥിരമായി പീഡനമേറ്റിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു. നിതിന്റെ ആത്മഹത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സസ്പെൻഷനിൽ മാത്രം നടപടികൾ ഒതുക്കാൻ പാടില്ല എന്നും കുടുംബം ആവശ്യപ്പെട്ടു. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. മുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്നിട്ടും നമുക്ക് നേരിട്ട് അവനെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ എല്ലാ ടീച്ചേഴ്സിനും അറിയാവുന്ന കുട്ടിയാണ്. കാരണം ഓൺലൈനിലെ ക്ലാസ്സിൽ സംശയമെല്ലാം ചോദിച്ച് പഠിക്കാൻ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടിയായിരുന്നു. പഠിക്കണമെന്ന് നല്ല താല്പര്യമായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നെല്ലാം ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അവനെ എൻട്രൻസിൽ പോകണം, എൻട്രൻസിന് ചേർന്ന് ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ ഉള്ള ആഗ്രഹം തന്നെയാണ് അപ്പോഴും പറഞ്ഞിരുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം ചെയ്തിരുന്നു. പുള്ളിക്കാരനാണ് മാർക്കിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് ചോദിക്കുന്നതും എന്ത് കാര്യത്തിന് വിളിച്ചാലും ഉടനെ ഫോൺ എടുക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് ചോദിക്കുമായിരുന്നു, ടീച്ചറെ എനിക്ക് ഇത്രയും ക്ലിയർ ആയില്ല, ഒന്നുകൂടി എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഓഫ്ലൈനിലേക്ക് വന്നപ്പോഴും അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല കുട്ടിയായിരുന്നു, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടിയ 2 തവണ റിപ്പീറ്റ് ചെയ്താണ് കിട്ടിയപ്പോഴവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോഴും അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടിരുന്നില്ല. നല്ല കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനിടെ അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച് നിതിൻ രാജൻ പറയുന്ന ശബ്ദരേഖ പുറത്തുവന്നു. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു, സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാണ് പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ എന്തായാലും അതില്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാർ ഇന്നലെ വിളിച്ചിട്ടേ അല്ലായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനിടെ മരിച്ച സിദ്ധാർത്ഥിൻ്റെ അമ്മ നിതിൻ്റെ വീട്ടിലെത്തി. നമ്മുടെ ശിക്ഷ ഇത്രയും കുറയുന്ന കാലത്തും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് വന്നത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. അന്ന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നടപടികളൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് കുറെയെങ്കിലും ഒക്കെ ഒഴിവാക്കിക്കൂടെയായിരുന്നു.
ഒരു പേടിയില്ലല്ലോ, അവർക്ക് തിരികെ കയറാം, ഇതേ സാലറി കട്ടാവില്ല, കുട്ടികൾക്ക് തിരികെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് മാത്രം, പിന്നെ ഗവർണർ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടികൾ പുറത്ത് നിൽക്കുന്നത്. ഞങ്ങളിന്ന് കോളേജിൽ പോയ സമയത്ത്, പൂക്കോട് പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു സ്വാഭാവിക മരണം എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു മാസത്തോളം രാവിലെ എണീക്കുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അവിടെ നടന്നതാണ്. അവൻ ഉപയോഗിച്ച കണ്ണട പോലും, പേഴ്സ്, കണ്ണട, ബെൽറ്റ്, ഇതൊന്നും ഞങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതെവിടെയെന്ന് പറയാൻ പോലും ഒരു അധികാരികൾക്കും ഇപ്പോഴും മറുപടിയില്ലാത്ത. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് കെ.സി. വേണുഗോപാൽ എംപിയും ബി.ജെ.പി നേതാവ് വി. മുരളീധരനും ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. സമർത്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ സ്ഥലത്ത് സ്വയം ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായി, അതിനെ തുടർന്ന് ഇതിപ്പോൾ അധ്യാപകർ തന്നെ ഒരു ജാതീയമായ അധിക്ഷേപം നടത്തുകയും ഏറ്റവും മോശമായ വാക്ക് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആ അപമാന ഭാരത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും വീട് പോലും സ്വന്തമായിട്ടില്ലാതെ എല്ലാം കുടുംബത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മകനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ മകൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ ഗതികേടെന്താ? നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക കേരളത്തിന് ഇന്ന് ലജ്ജിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിനായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്തിയ നിതിൻ എന്ന വിദ്യാർത്ഥി ജാതി അധിക്ഷേപവും നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവും നേരിട്ട് അവസാനം ജീവനൊടുക്കിയതിൻ്റെ ദിനമായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ ദിവസം. ഇന്ന് നിതിൻ്റെ സംസ്കാര ചടങ്ങുകളടക്കം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ആരോപണം വളരെ ശക്തമാണ്. കാരണം ഈ ഒരു സസ്പെൻഷൻ നേരിടുന്ന അധ്യാപകരായിക്കോട്ടെ, മറ്റ് ജീവനക്കാരായിക്കോട്ടെ, അവരടക്കം വലിയ രീതിയിൽ നിതിനെയും മറ്റ് വിദ്യാർത്ഥികളെ അടക്കം വലിയ രീതിയിൽ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നാണ് രക്ഷിതാക്കളും ഒപ്പം കുടുംബാംഗങ്ങളും പറയുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് വീട്ടിലേക്കെത്തി ഒരു മാസത്തോളം വീട്ടിൽ തുടർന്ന നിതിനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴിക്കൊണ്ട് പിന്നീട് തിരിച്ചു പോവുകയായിരുന്നു. മാത്രമല്ല ഇതേ സമാനമായ സംഭവത്തിൽ പല രീതിയിലുള്ള സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികൾ നേരിട്ട വ്യക്തിയാണ് ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകൻ. ഇതിലടക്കമുള്ള വിഷയത്തിൽ ഇതിനു മുൻപ് പ്രിൻസിപ്പാൾ ഇടപെട്ടിരുന്നു. ആ വിഷയത്തിൽ ഇടപെടുകയും പക്ഷേ അത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊന്നും കൃത്യമായി നടപടിയെടുക്കാത്തതാണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപടക്കം കുടുംബവുമായി സംസാരിക്കുകയും വീട്ടിലേക്ക് പുറപ്പെടാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു കടുങ്കൈ നിതിൻ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കം കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിലടക്കം വ്യക്തത വരണമെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നടക്കമുള്ള അന്വേഷണം പൂർത്തിയാക്കണം. അതിനൊപ്പം തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇപ്പോൾ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിന് വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിലും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം കുടുംബത്തിൻ്റെ ഏക മകനായിട്ടുള്ള, അതായത് രണ്ട് സഹോദരിമാരുടെ ഏക അനുജനായിട്ടുള്ള നിതിൻ്റെ വിയോഗം അത് കുടുംബത്തിനും നാട്ടുകാർക്കും ഒരേപോലെ ദുഃഖവും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇനി വരുന്ന ദിവസങ്ങളിലടക്കം, വരുന്ന കാലത്തിലടക്കം അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഇതിനു മുൻപ് ഇങ്ങനെയൊരു സംഭവത്തിൽ ഇതേപോലെയുള്ള റാഗിംഗ് വിഷയത്തിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ അമ്മയും നിതിൻ്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.